വലിയ കടങ്ങളുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ തുച്ഛമായ ചെറിയ ശമ്പളം കൊണ്ട് അത് വീടുക? ഒരു 20 ലക്ഷം രൂപ കടമുള്ള ഒരാൾ ഒരു മാസം 25,000-ഓ 30,000-ഓ സമ്പാദിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ചെലവുകളും നമ്മുടെ എല്ലാ ബാധ്യതകളും തീർത്ത് ബാക്കി വരുന്ന മിച്ചം തുക എടുത്തു വെച്ച് നമ്മൾ എങ്ങനെയാ കടം വീട്ടും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. കടം വീടാനുള്ള ഒരു അമല് കൊണ്ടാണ് ഇന്നത്തെ വരവ്. പ്രിയപ്പെട്ടവരെ, എത്ര നമ്മുടെ ചാനലിൽ പണം സമ്പാദിക്കാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും കടങ്ങൾ വീടാനുമുള്ള അമല് നമ്മൾ യൂട്യൂബിൽ ഇട്ടാലും വീണ്ടും വീണ്ടും ആളുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് എന്ത്? കടം വീടാനുള്ള അമൽ. നമുക്കൊക്കെ അറിയാം, നമ്മൾ വീട് വെക്കാനും മറ്റ് വാഹനമെടുക്കാനും ഒരുപാട് ലോൺ എടുത്ത് കുടുങ്ങിയവരാവാം. അതല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ കടം മേടിച്ചിട്ടുണ്ടാവും, തിരിച്ച് പറഞ്ഞ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഏതായിരുന്നാലും ഈ രീതിയിലൊക്കെ നമ്മൾ പല രീതിയിലും കടങ്ങൾ വാങ്ങി കുടുങ്ങിയ വ്യക്തികളാണ് നമ്മൾ. കടങ്ങൾ വീടാനൊരു അമല് പൊതുവെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ എന്താണെന്ന് അറിയുങ്ങൾ? മക്കളെ, ഇതൊന്നും ചെയ്താൽ കടം വീടൂല. കടം വീടണമെങ്കിൽ നമ്മൾ പണിക്ക് പോകണം, എന്നും പണിക്ക് പോയി സമ്പാദിക്കണം, എന്നാലേ കടം വീടുള്ളൂ എന്ന് പല ആളുകളും കമൻ്റ് ഇടാറുണ്ട്. ഈ പല ആളുകളും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ചികിത്സകളിലും മഹാന്മാരിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ആളുകളാണ് അത്തരം കമൻറ്റുകൾ ഇടല്. അവരോടുകൂടിയായിട്ട് ഞാൻ ചോദിക്കുകയാണ്, വലിയ കടങ്ങളുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ തുച്ഛമായ ചെറിയ ശമ്പളം കൊണ്ട് അത് വീടുക? ഒരു 20 ലക്ഷം രൂപ കടമുള്ള ഒരാൾ ഒരു മാസം 25,000-ഓ 30,000-ഓ സമ്പാദിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ചെലവുകളും നമ്മുടെ എല്ലാ ബാധ്യതകളും തീർത്ത് ബാക്കി വരുന്ന മിച്ചം തുക എടുത്തു വെച്ച് നമ്മൾ എങ്ങനെയാ കടം വീട്ടും? അപ്പോൾ നമ്മൾ ആ കടം വീട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കവാടം അള്ളാഹു നമുക്ക് തുറന്നു തരണം. എന്തെങ്കിലും ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം അവിടെ സംഭവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കടങ്ങൾ വീടുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനോട് മനം ഉരുകി ചോദിക്കുന്നത്, പല അമലുകളും ചെയ്യുന്നത്, സിക്ർ ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കടങ്ങൾ വീടാനുള്ള ഒരു അമലാണ്. ഈ അമല് ചെയ്തത് കൊണ്ട് മാത്രം കടം വീടോ? ഇല്ല. മറ്റവർ പറഞ്ഞ മാതിരി നിങ്ങൾ അധ്വാനിക്ക്, മഞ്ചത്ത വചത, പരിശ്രമിച്ചാൽ വിജയിക്കും. ഈ അമല് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീമമായ സംഖ്യ കടമുള്ള ആളുകൾക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കും, ഉറപ്പാണ്. നമ്മൾ പറഞ്ഞ സമയത്ത് ഗോൾഡ് എടുത്ത് കൊടുക്കാനുണ്ടാവും, പണ്ടം ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കാനുള്ള എത്ര ആളുകളുണ്ടാവും. അതേപോലെ തന്നെ ലോൺ അടക്കാൻ കുടുങ്ങി കിടക്കുന്ന ആളുകൾ, മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകൾ. എന്നാൽ അത്തരം ആളുകളുടെ അവസ്ഥ എന്താ? നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും, അതല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങാൻ 10 രൂപ കടം മേടിച്ച് മറ്റുള്ളവൻ്റെ മുന്നിൽ നിന്ന് കടം മേടിക്കേണ്ട അവസ്ഥയിലാണ് എല്ലാവരുടെയും അവസ്ഥ. കടങ്ങൾ മേടിച്ച് പെരുകി കുടുങ്ങിയിട്ടുണ്ട്. ഇനിയും കടം മേടിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അള്ളാഹു വലിയ മല പോലെയുള്ള കടങ്ങളൊക്കെ അള്ളാഹു മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നത് പോലെ മാറിപ്പോകാൻ ഒരു വഴി നമുക്ക് ഒരുക്കി തരട്ടെ ഇൻഷാ അള്ളാഹ്. ഈ അമല് ശരിക്ക് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതാണ് കടം വീടാനുള്ള അമല്. കടം വീടാൻ മുത്തുനബി അലിയാർ തങ്ങൾക്ക് ഈ അമല് പറഞ്ഞു കൊടുക്കുമ്പോൾ, അപ്പോൾ കടം വീടാൻ ദിക്റും സ്വലാത്തും ദുആയും ഒക്കെ ആദ്യകാലങ്ങളിലേ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? കടം വീടാൻ പറ്റിയ സ്വലാത്ത്, കടം വീടാൻ പറ്റിയ ദിക്റുകളൊക്കെ ആദ്യകാലം മുതലേ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ അലിയാർ തങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ, ഇതെപ്പോൾ ചെല്ലണം, എങ്ങനെ ചെല്ലണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം 2 ദിവസം 3 ദിവസം ചൊല്ലിയിട്ട് കാര്യമില്ല, കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ അമല് ചെയ്യണം. ഈ അമലിന് നമുക്ക് സുജൂദ് എന്ന് വിളിക്കാം. സുജൂദ്, കാരണം ഇത് സുജൂദിലാണ് ഈ അമല് നടക്കുന്നത്. രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം, അപ്പോൾ പല ആളുകളും സുബഹി നിസ്കരിക്കാത്തവരുണ്ടാകാം, നിസ്കാരം തീരെ ഇല്ലാത്തവരുണ്ടാകാം. അള്ളാഹു എല്ലാ നിസ്കാരവും നിസ്കരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായിരുന്നാലും സുബഹിക്ക് നീക്കുന്ന ആളുകളാണെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് സുജൂദിലൊന്ന് കിടക്കുക.
സുജൂദിൽ കിടന്നിട്ട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഅ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഅ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഇതെന്ത് ചെയ്യുക, ഈ ദുആ 11 തവണ എന്ത് ചെയ്യുക, സുജൂദിൽ കിടന്നിട്ട് പറയുക, ദുആ ചെയ്യുക. ഇത് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കടമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക. ലക്ഷങ്ങളാണോ, ആയിരങ്ങളാണോ, പതിനായിരങ്ങളാണോ, നിങ്ങളത് മനസ്സിൽ കരുതിയിട്ട് ഈ ദുആ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എണീച്ചിരുന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹുവേ, എനിക്ക് ഇത്ര രൂപ കടമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ ഒരു ദുആ, അലിയാർ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ ഒരു ദുആ, പടച്ചോനെ, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല നിയ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഞങ്ങളെ കടങ്ങൾ വീടാനുള്ള ഒരു മാർഗം റബ്ബേ, എനിക്ക് ഇത്ര രൂപ കടമുണ്ട്, എനിക്ക് ലക്ഷങ്ങൾ, 1,00,000 രൂപ, 2,00,000 രൂപ, എത്രയാണോ നിങ്ങളെ കടം, ആ കടം വീടാനുള്ള ഒരു മാർഗം റബ്ബേ നീ തുറന്നു തരണം എന്ന് ആത്മാർത്ഥമായിട്ട് പറയണം. ഒരുപാട് വലിയ വലിയ കടങ്ങൾ വീടാൻ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് ഈ അമൽ ചെയ്തവർക്ക്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുക. നിങ്ങൾക്കും അള്ളാഹു നിങ്ങളുടെ കടങ്ങൾ വീടാനുള്ള ഒരു മാർഗം തുറന്നു തരും ഇൻഷാ അല്ലാഹ്. കുറേ ആയി നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. ഇത് ചെയ്യാൻ ആരാണോ ഉദ്ദേശിക്കുന്നത്, ആർക്കൊക്കെയാണോ കടങ്ങളുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീടി കടമില്ലാത്ത ഒരു മയ്യത്ത് നിസ്കാരം നമുക്ക് മറ്റുള്ളവർ നമ്മളെ നിസ്കരിക്കുമ്പോൾ കടമില്ലാത്ത ഒരു മയ്യത്തായി കിടക്കണം നമുക്ക്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടമുള്ള ഒരു മയ്യത്തിൻ്റെ മേൽ നിസ്കാരം പോലും നിസ്കരിക്കാതിരുന്നിട്ടുണ്ട്, അല്ലേ? കടമുള്ള ഒരു മയ്യത്തിൻ്റെ മേൽ ആ മനുഷ്യന് കടമുണ്ടെന്ന് പറഞ്ഞ് നിസ്കരിക്കാതിരുന്നിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കടം നമുക്ക് പാടില്ല. അള്ളാഹു എത്ര വലിയ കടങ്ങളാണെങ്കിലും നമുക്ക് വീട്ടിത്തരട്ടെ. എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ വഴി തുറന്ന് നല്ല റാഹത്തും സന്തോഷവും നമുക്ക് നൽകട്ടെ. ഒരുപാട് പ്രയാസപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന ഉമ്മമാർ, ഉപ്പമാർ, ചെറുപ്പക്കാരികൾ, നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ സമാധാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.